പരിശുദ്ധ സഭ ഇന്ന് പരിശുദ്ധ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. നോമ്പ് സമാധാനത്തിൻ്റേതാണ്. നോമ്പ് ക്ഷമയുടേതാണ്. നോമ്പ് ക്ഷമ ചോദിക്കലിൻ്റേതാണ്. നോമ്പ് മുടിയനായ പുത്രന് സുബോധം വരുന്നത് പോലെയാണ്. നോമ്പ് അനുരഞ്ജനത്തിൻ്റേതാണ്. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ മലയാളികൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്ന ഒന്നാണ് മലങ്കര ഓർത്തഡോക്സ് സഭയും അതിൽ നിന്നും വിഘടിച്ച് നിൽക്കുന്നവരും തമ്മിലുള്ള അനുരഞ്ജനം. ഇപ്പോഴാണ് അതിന് ഏറ്റവും അനുയോജ്യമായ സമയം. കാരണം ഭിന്നിച്ചു നിൽക്കുന്ന യാക്കോബായ വിഭാഗത്തിൻ്റെ തലവൻ പാത്രിയാർക്കീസ് ബാവ ഇപ്പോൾ കേരളത്തിലുണ്ട്. പരിശുദ്ധ പിതാവേ, അങ്ങ് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പോൾ ഇവിടെയുള്ളൂ. കാരണം ഈ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാകാൻ കാരണം അങ്ങയുടെ ചില പൂർവികരാണെന്ന് അങ്ങേക്കറിയാമല്ലോ. പൊതുവായി എല്ലാവരെയും പറയാൻ സാധിക്കില്ല. ആ പരിശുദ്ധ അന്ത്യോക്യൻ സിംഹാസനത്തിൻ്റെ വിശുദ്ധിയോടും ഭക്തിയോടും കൂടി വാണരുളിയ അനേകം വിശുദ്ധ പിതാക്കന്മാർ ഉണ്ടായിരുന്നു. പക്ഷേ അധികാരത്തിൻ്റെയും പണക്കൊതിയുടെയും യജമാന ഭാവത്തിൻ്റെയും പിശാച് ബാധിച്ച ചിലർ ആ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തി. സഹോദരി സഭയെ ദാസിയാക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് പിതാവേ ഇവിടെ ഭിന്നതകൾ ഉടലെടുത്തത്. ചരിത്രം പറയുന്നത് അങ്ങനെയാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങേക്ക് മലങ്കര നസ്രാണികളുമായി നല്ല ബന്ധവും അറിവുമുണ്ട്. ഈ പരിശുദ്ധ പദവിയിൽ എത്തുന്നതിന് മുൻപ് അനേക നാൾ അങ്ങ് ഭാരതത്തിൽ താമസിച്ചിട്ടുണ്ട്. അന്ത്യോക്യൻ സിംഹാസനത്തിൻ്റെ അനാവശ്യ ഇടപെടലുകൾ ഇവിടെ ഉണ്ടാക്കിയ സംഘർഷങ്ങളും രക്തച്ചൊരിച്ചിലുകളും അങ്ങേക്ക് വ്യക്തമായി അറിയാം. അതുമൂലം ഇരുവിഭാഗങ്ങളും എത്ര പണവും സമയവും കോടതി വരാന്തകളിൽ ചെലവാക്കേണ്ടി വന്നു അതും അങ്ങേക്കറിയാം. ഒടുവിലൊന്നല്ല, പലതവണ പല കോടതികൾ, പല വിധികൾ പറഞ്ഞു. എല്ലാം ഒന്ന് തന്നെ ആവർത്തിച്ചു. അന്ത്യോക്യൻ പാത്രിയാർക്കീസിൻ്റെ അനാവശ്യ ഇടപെടലുകൾ പാടില്ല. ലൗകിക അധികാരം ശൂന്യമാണ്. ഇനി മലങ്കര സഭയുടെ അറിവോ ക്ഷണമോ കൂടാതെ പാത്രിയാർക്കീസിന് ഇവിടെ വരാനോ അനാവശ്യ ഇടപെടൽ നടത്താനോ പാടില്ലെന്നും വിവിധ വിധികളിലൂടെ രാജ്യത്തെ പരമോന്നത നീതിപീഠം പറഞ്ഞിട്ടുള്ളതാണ്. അത് അങ്ങേക്കും മറ്റാരേക്കാളും നന്നായി അറിയാം. എന്നിട്ടും സമാധാനപൂർണമായി പ്രവേശിക്കേണ്ട ഈ നോമ്പിൻ്റെ ശുഭക്കോനോ ദിനങ്ങളിൽ എന്താണ് അങ്ങ് ചെയ്തത്? എത്ര വലിയ അശാന്തിയുടെയും കലഹത്തിൻ്റെയും വിഷവിത്താണ് അങ്ങ് ഇവിടെ വിതച്ചത്. ഇതിനി എത്ര വലിയ സംഘർഷങ്ങളിലേക്കും നിയമയുദ്ധങ്ങളിലേക്കും സഭയെ തള്ളിവിടും. അങ്ങനെയാണോ ഒരു പരിശുദ്ധ പിതാവ് പരിശുദ്ധ നോമ്പിലേക്ക് പ്രവേശിക്കേണ്ടത്? ഇതിനാണോ മലാക്കി പ്രവാചകൻ ചോദിച്ചതുപോലെ കറുത്ത വസ്ത്രം ധരിച്ച് അങ്ങ് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്? അങ്ങയുടെ പ്രാർത്ഥന ദൈവം കൈക്കൊള്ളുമോ? പ്രതിസന്ധി കാലത്തിൽ സഹായം തേടി വരുന്നവരെ അടിമപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഏത് ആത്മാവിൻ്റെ ഇടപെടലാണ്? പരിശുദ്ധ പിതാവേ, ഒരപേക്ഷ. മലങ്കര നസ്രാണികൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അതുതന്നെയാണ്. രണ്ട് സഹോദരി സഭകളുടെ പ്രധാന മേലധ്യക്ഷന്മാർ പരസ്പരം ആലിംഗനം ചെയ്ത് ഏകവും വിശുദ്ധവും അപ്പസ്തോലികവുമായ മലങ്കര ഓർത്തഡോക്സ് സഭാ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്ന മനോഹരമായ കാഴ്ച. അതിനായി ഈ നോമ്പുകാലം മുഖാന്തരമാകട്ടെ. അതിനായി ഈ നോമ്പിനായി ഒരുങ്ങാം. എന്താണ് ശുഭക്കോനയെന്ന് സമൂഹത്തെ ഓർമ്മപ്പെടുത്താൻ, അടയാളപ്പെടുത്താൻ അനുരഞ്ജനത്തിൻ്റെ ഈ നോമ്പ് മാതൃകയാകട്ടെ. കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം.